ഹേ ഗൈസ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്ക് ജീൻസിനെ പറ്റിയിട്ടുള്ള അടിപൊളി ടോപ്പ് ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 പ്ലേ ആണും അതുപോലെ 4mm ഹുക്ക് സൈസ് ഹൂക്കും ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു പാർട്ടാണ് ചെയ്യുന്നത്, അതായത് നെഞ്ചിന്റെ ഏരിയ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക, ദെൻ ചെയിൻ സ്റ്റിച്ച് ഇടാം. ഒന്നല്ലെങ്കിൽ കുട്ടിയുടെ അളവിൽ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന അളവിൽ ചെയ്യുക. അപ്പോ അതിന് ഇപ്പൊ ഈ അളവിലാണ് ഞാൻ എടുക്കുന്നത്. എന്റെ മോൾക്ക് ഇപ്പൊ 1.5 വയസ്സായിട്ടുണ്ട്. എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം നമ്മൾ ഒരു ചെയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഓരോ ചെയിൻ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ വീതം ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ലെയർ. അപ്പൊ ആദ്യത്തെ ലെയറിൽ ചെയിൻ സ്റ്റിച്ച്, ദെൻ ഓരോ ചെയിൻ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ വീതം ചെയ്തു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ ഇട്ടതിന് ശേഷം നമ്മൾ ഒന്ന് ടേൺ ചെയ്തതിന് ശേഷം ബാക്ക് ലൂപ്പിൽ കൂടെ ഡബിൾ ക്രോഷ് ചെയ്യാം. അപ്പൊ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കുക. എന്റെ സംസാരം വൈകിയാണ് എത്തുന്നത്, കാരണം ഞാൻ വീഡിയോ ചെറുതാക്കാൻ വേണ്ടിയിട്ട് വേഗം വിടുന്ന കാരണമാണ് വീഡിയോ. അപ്പോ ആദ്യത്തെ സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച്, ദെൻ സിംഗിൾ ക്രോഷ. അത് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ ഇട്ടതിന് ശേഷം ടേൺ ചെയ്യുക. അതിനുശേഷം ബാക്ക് ലൂപ്പിൽ കൂടെ ഡബിൾ ക്രോഷ് ചെയ്യുക. പിന്നെ ആ ഒരു ലെയർ കഴിഞ്ഞതിന് ശേഷം ദെൻ ഒരു ചെയിൻ ഇടുക, പിന്നെയും ടേൺ ചെയ്യുക, പിന്നെയും ബാക്ക് ലൂപ്പിൽ കൂടെ ഡബിൾ ക്രോഷ് ചെയ്യുക. പിന്നെ കംപ്ലീറ്റ് ആ ഒരു സ്റ്റിച്ചാണ്. ആദ്യം ബാക്ക് ലൂപ്പിൽ കൂടെ ഡബിൾ ക്രോഷ് ചെയ്യുക, then ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക, പിന്നെ ടേൺ ചെയ്യുക, പിന്നെ ബാക്ക് ലൂപ്പിൽ കൂടെ ഡബിൾ ക്രോഷ് ചെയ്യുക. അങ്ങനെ ഈ ഒരു സ്റ്റിച്ച് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോ നമ്മൾ കുട്ടിയുടെ അളവോ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആ ഒരു അളവില്, അതായത് ലൂസ് ആയിട്ട് എടുക്കാതെ ടൈറ്റ് ആയിട്ട് വേണം ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ. അതായത് ഒത്തിരി ടൈറ്റ് ആയി പോകരുത്, കുഞ്ഞിന്റെ കറക്റ്റ് അളവിന് എടുക്കണം. ലൂസായി കടന്നാൽ വലിയ ഭംഗി ഉണ്ടാവില്ല. ഇപ്പൊ കുട്ടി വലുതാവണ വരെ ഇടാം എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് ലൂസ് ആക്കി തുന്നും. പക്ഷെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്, കാരണം ഭംഗി ഉണ്ടാവില്ല. അപ്പോ അതിനുശേഷം എന്റെ മോളുടെ അളവായതിനു ശേഷം നമുക്ക് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതായത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് അത് അറ്റാച്ച് ചെയ്യുക ആ ഒരു ഭാഗം. പിന്നെ അതിനുശേഷം നിങ്ങൾ നെക്കും കൈയിന്റെയും കൂടെ അളവെടുക്കുക. എന്റെ മോളുടെ അളവിനാണ് എടുക്കുന്നത്, അപ്പൊ നിങ്ങളുടെ അളവിന് ചെയ്യുക. നെക്കില് 4ഉം സ്ലീവിലും 3ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇപ്പൊ കൈ ചെയ്യാനായിട്ട് ആദ്യം ഞാൻ 3 സ്റ്റിച്ചില് സിംഗിൾ ക്രോഷ് ചെയ്തു. സിംഗിൾ ക്രോഷ കഴിഞ്ഞതിന് ശേഷം ഒരു ചെയിൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ടേൺ ചെയ്തിട്ട് ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് കംപ്ലീറ്റ് ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ആ കൈയുടെ അളവ് നോക്കണം. കൈക്ക് എന്തോ ഞാനൊരു 14-10 എന്തോ എടുത്തിരിക്കുന്നത്, ഓർമ്മയില്ല കേട്ടോ സത്യം പറഞ്ഞ. അപ്പോ പിന്നെ ഡബിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം സിംഗിൾ ക്രോഷ ചെയ്യുക, ദെൻ ചെയിൻ ഇടുക, ടേൺ ചെയ്യുക, ഡബിൾ ക്രോഷ ചെയ്യുക ആ ഒരു സിംഗിൾ ക്രോഷ സ്റ്റിച്ചിൽ കംപ്ലീറ്റ്. അതിനുശേഷം ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക, ടേൺ ചെയ്യുക, ഡബിൾ ക്രോഷ് ചെയ്യുക. അങ്ങനെ ആ ഒരു കൈ കംപ്ലീറ്റ് ആയതിനു ശേഷം അറ്റാച്ച് ചെയ്യണം. അപ്പോ എനിക്കിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല സത്യം പറഞ്ഞാൽ. ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ചെയ്യുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ. അപ്പോ അങ്ങനെ 2 കൈയും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്യാനായിട്ട് ഞാൻ സൂചി നൂലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതില് കട്ട് ചെയ്യുമ്പോൾ നൂല് കുറച്ച് കൂടുതൽ കട്ട് ചെയ്യുക, എന്നിട്ട് ഉള്ളിന്ന് തുന്നി കൊടുക്കണം കേട്ടാ. അപ്പൊ അങ്ങനെ കൈയും സെറ്റ് ആവും. ഓക്കെ, ഇപ്പൊ ഇനി അതിനുശേഷം നമ്മൾ അടിയിലത്തെ സ്കേർട്ട് ഏരിയയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് എല്ലാ സ്റ്റിച്ചിലും ഒരു സ്റ്റിച്ച് പോലും മിസ് ആവാണ്ട് സിംഗിൾ ക്രോഷ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ അളവിൽ വ്യത്യാസം വരും. ഒരു സ്റ്റിച്ച് കൂടെ കുറേ ചെയ്യാണ്ട് കറക്റ്റ് എല്ലാ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ വീതം വെച്ച് ചെയ്യാം. ഈ ടോപ്പ് ഇനി ഫ്രോക്ക് ആക്കണമെങ്കിൽ ഫ്രോക്കും ആക്കോട്ടോ. ഞാൻ ജസ്റ്റ് ജീൻസിന് ഒരു ടോപ്പ് എന്നുള്ള രീതിയിലാണ് സത്യം പറഞ്ഞത് ചെയ്യണത്. ഓക്കെ, അപ്പൊ സിംഗിൾ ക്രോഷ ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കിടക്കുന്നത് ഇത് കംപ്ലീറ്റ് വി സ്റ്റിച്ച് ആട്ടോ. സെക്കൻഡ് ലെയറിലും ഒരു വ്യത്യാസം വരും. അപ്പൊ സെക്കൻഡ് ലെയറും അത് കഴിഞ്ഞിട്ടുള്ള ലെയറും വ്യത്യാസം ഉണ്ടാവും. കൺഫ്യൂഷൻ അടിക്കുന്നില്ല. അപ്പൊ ആദ്യമായിട്ട് നമ്മ സിംഗിൾ ക്രോഷ് ഇട്ടു ആ സ്റ്റിച്ച് കംപ്ലീറ്റ്. അതിനുശേഷം രണ്ടാമത്തെ ലെയറിൽ 4 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക, ദെൻ തൊട്ടിപ്പുറത്തെ സ്റ്റിച്ചില് ഡബിൾ ക്രോഷ് ചെയ്യാം. ഓക്കെ, ദെൻ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ആ സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്യാം. ഓക്കെ, അങ്ങനെ 3 എണ്ണമായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരു സ്റ്റിച്ച്
ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു സ്റ്റിച്ച് അവോയ്ഡ് ആക്കിയിട്ട് ഡബിൾ ക്രോഷ് ചെയ്യുക. ദെൻ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്യുക. ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ആ സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്യാം. അതായത് ഒരു സ്റ്റിച്ചില് 3 ഡബിൾ ക്രോഷ വീതം വെച്ചിട്ട് ചെയ്യാം ഒരു സ്റ്റിച്ചിന്റെ ഗ്യാപ്പിൽ. ഓക്കെ, ചില ക്ലിപ്സ് ഇതിൽ പോയിട്ടുണ്ട്, ചില ചെയിൻ സ്റ്റിച്ച് ഇടുന്നതൊന്നും ഇതിൽ കട്ടായി പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതാണ് കറക്റ്റ് കേട്ടോ. അപ്പൊ ഈ ലെയർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് ഒരു സ്റ്റിച്ചില് 3 ഡബിൾ ക്രോഷ വീതം വെച്ച് ഒരു സ്റ്റിച്ച് ഗ്യാപ്പിൽ ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് സെക്കൻഡ് ലെയർ സ്കേർട്ടിന്റെ ഏരിയയുടെ. അപ്പൊ ഈ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ലെയറിൽ വി സ്റ്റിച്ച് ആണ് ചെയ്യുന്നത്. ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അതും കൂടി സെറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ ടോപ്പിന്റെ പൂർണ്ണ രൂപം നമ്മൾ പഠിക്കും. അപ്പോ ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോസ് ഇത്തിരി ലെങ്ത് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ സെക്കൻഡ് പാർട്ടിലാണ് ബാക്കി ലെയർ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് നിങ്ങൾ കാണണം. അതൊരു നെക്സ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതുപോലെ അടുത്ത വീഡിയോയും കാണണം കേട്ടാ.